ഒരു ദിവസത്തിൻ്റെ തുടക്കം ചിലപ്പോൾ മോശമായി പോയിരിക്കാം. ചിലപ്പോൾ നമ്മൾ എണീറ്റപ്പോൾ ശരിയായി കാണില്ല, നമ്മുടെ ഉറക്കം ശരിയായി കാണില്ല. പക്ഷേ ദ റെസ്റ്റ് ഓഫ് ദി ഡേ ക്യാൻ ബി റിയലി ബ്യൂട്ടിഫുൾ. അത് നമ്മൾ വിചാരിക്കണമെന്നേ ഉള്ളൂ. നമ്മൾ രാവിലെ എണീക്കുമ്പോഴേ ഇങ്ങനെ അന്നത്തെ ആ ദിവസം നമുക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാതെ എങ്ങനെ ആ ദിവസം കുറച്ച് പ്രൊഡക്റ്റീവ് എന്നല്ല, ആക്ച്വലി ഇപ്പോൾ എനിക്ക് തോന്നുന്നു പീസ്ഫുള്ളായിട്ട് കാമായിട്ടിരിക്കുന്നതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രൊഡക്റ്റീവ് ട്രെൻഡിങ് എന്ന് പറയാം. ബിക്കോസ് അതൊന്നും എല്ലാവർക്കും ഇപ്പോൾ ഇല്ല, പലർക്കും ഇല്ലാത്ത കാര്യമാണല്ലേ. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നവും നമ്മുടെ എബിലിറ്റീസിനെ കാട്ടിലും വലുതല്ല. എന്ത് പ്രശ്നം വന്നാലും ടാക്കിൾ ചെയ്യാനുള്ള കഴിവ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ആൾ നമുക്ക് തന്നിട്ടുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, അതിനെക്കാട്ടിലും മുകളിലാക്കി വെക്കാതിരുന്നാൽ മതി നമ്മൾ. എനി കൈൻഡ് ഓഫ് പ്രോബ്ലം അതൊന്ന് ഇരുന്ന് ആലോചിച്ച് സമാധാനമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്ന പരിഹാരങ്ങളുണ്ട് എല്ലാ കാര്യത്തിനും. നമ്മൾ പെട്ടെന്ന് തിരക്ക് കൂടുമ്പോഴാണ് അയ്യോ ഇതെല്ലാം പ്രശ്നമാണ്, ഞാൻ ഇതൊക്കെ എങ്ങനെ ചെയ്യും, മുടി ഡീറ്റാങ്കിൾ ചെയ്യത്തില്ലേ, അതേപോലെ പതുക്കെ ചെയ്താൽ അത് പതുക്കെ പോവും. എന്നുവെച്ചാൽ വൃത്തിയായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അധികം വേദനിക്കാതെ പോവും. പിടിച്ചിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് വേദനിക്കില്ലേ, അത്രേ ഉള്ളൂ. ഒന്ന് സമാധാനമായിട്ട് ചിന്തിക്കണമെന്നേ ഉള്ളൂ. അഥവാ നമുക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിലുണ്ടല്ലോ, ഈ ദ സുപ്രീം പവർ നമുക്കതിനെ അസിസ്റ്റ് ചെയ്യാൻ ഒരാളെ കൂടെ തരും. നമ്മൾ ഹെൽപ്പ് ഡെസ്ക് കണ്ടിട്ടില്ലേ പലയിടത്തും ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഷോപ്പിംഗ് മാൾസിൽ പോകുമ്പോൾ, എവിടെ പോകുമ്പോഴാണെങ്കിലും ഹൗ കെൻ ഐ ഹെൽപ്പ് യു ചോദിക്കത്തില്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടുന്നുണ്ടാവും. നമ്മൾ എന്താ പറയുന്നത് ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് തോന്നുന്ന സമയത്ത് അതിന് ഹെസിറ്റേറ്റ് ചെയ്യാൻ പാടില്ല, ചോദിക്കാൻ. നല്ലതാണ്, ഐ ക്യാൻ ഹാൻഡിൽ എവറിത്തിങ് ഓൺ മൈ ഓൺ, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. ബിക്കോസ് ഇറ്റ് കീപ്സ് യു ഗോയിങ് അല്ലേ, നമുക്ക് പറ്റും എന്ന് തോന്നും. പക്ഷേ ഏതെങ്കിലും ഒരു നിമിഷം അത് പറ്റുന്നില്ല, എന്നെക്കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ ഫീൽ ഫ്രീ ടു ആസ്ക് ഫോർ ഹെൽപ്പ്. ചിലപ്പോൾ ഒരാളോട് നമ്മൾ ചോദിക്കുന്നത് ഒരു പക്ഷേ നമുക്ക് ലൈഫ് സേവിങ് സൊല്യൂഷൻ തരുന്ന ഒരു കാര്യമായിരിക്കും. അയാൾക്ക് ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ അതിനൊരു വഴിയോ നമുക്ക് വീട്ടിനകത്തോട്ട് കയറണമെങ്കിൽ നമ്മൾ ഡോറ് തുറന്നു കൊടുത്താലേ പറ്റുള്ളൂ, തുറന്നു കൊടുക്കാതെ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഹെൽപ്പ് വേണമെന്ന് തോന്നുന്ന മൊമെൻറ്റിൽ ഞാൻ ആരോടും ഹെൽപ്പ് ചോദിക്കാറില്ല. അല്ലെങ്കിൽ യുവർ ഈഗോ ഷുഡ് നോട്ട് ഹേർട്ട്. നമ്മളങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ ചെറുതായി പോകുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ലൈഫ് എന്താ പറയുന്നത് ഫോർ എവർ നന്നാവാൻ ആ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യം വേണ്ടി വരുള്ളൂ. അതുകൊണ്ട് ആത്മവിശ്വാസം വളരെ നല്ലതാണ്, പക്ഷെ ഓവറാവരുതെന്നേ ഉള്ളൂ കേട്ടോ. മുന്നോട്ട് പോകണമെങ്കിൽ എന്നെക്കൊണ്ട് പറ്റും, എനിക്കെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇസ് വെരി നൈസ്, വെരി ഗുഡ്. പക്ഷേ അങ്ങനെ പറ്റുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് ആരോടാണോ നമുക്ക് ആ ഹെൽപ്പ് ചോദിക്കാൻ ഫ്രീഡം ഉള്ളത് അവരോട് ചോദിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. അതേപോലെ ചെറിയ 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 കാര്യങ്ങളിൽ നമുക്ക് സന്തോഷം, സമാധാനവും സാറ്റിസ്ഫാക്ഷൻ അത് കണ്ടെത്താൻ സാധിച്ചാൽ കുറച്ചും കൂടി ഈസിയാണ് ലൈഫ്. ഇറ്റ് ഈസ് നോട്ട് ആസ് ഹാർഡ് ആസ് ഇറ്റ് സീംസ്. സോ എനിക്കിത് കിട്ടിയാലേ ഞാൻ ഹാപ്പി ആവുള്ളൂ. ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ചെറിയ ചെറിയ മൊമെൻറ്റ്സിനകത്ത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നണം. പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ അങ്ങനെയല്ല വലിയ വലിയ ഹാപ്പിനെസ്സിന് ഇത് വരുള്ളൂ. എന്ത് ചെറിയ കാര്യമായാലും ശരി, എത്ര കുഞ്ഞു കാര്യമായാലും ശരി, അല്ലെങ്കിൽ എത്ര വലിയ കാര്യമായാലും ശരി, സന്തോഷം കണ്ടെത്താൻ നമ്മൾ പഠിക്കണം. ചിരിക്കണം, എത്രയും ചിരിക്കാൻ പറ്റും. ഇങ്ങനെ ഉറക്ക ചിരിക്കണം എന്നല്ല ചിരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്, ഹാവ് എ സ്മൈൽ ഓൺ യുവർ ഫേസ്. നമ്മൾ ചിരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. പക്ഷെ ചിരിച്ചില്ലെങ്കിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും, ചിരിച്ചാൽ ഒരുപാട് നേട്ടവും ഉണ്ടാവും. അതുകൊണ്ട് ലെറ്റ്സ് കീപ് ലൈഫ് സിമ്പിൾ. പ്രശ്നങ്ങളെ എടുത്ത് ഇങ്ങനെ തലയിൽ വയ്ക്കാതെ നമുക്ക് അവരെ സോർട്ട് ചെയ്യാം. ഇതൊക്കെ പറ്റും, എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു നല്ല ദിവസം ആയിക്കോട്ടെ.